भैया टेक 2 विमले take 1 action right up विमले विमले Kawarna. നേരത്തെ മലയാളം വാരികയിൽ വന്ന എൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നൊരു കഥയാണിത്. എൻ്റെ ആദ്യത്തെ കഥാസമാഹാരമായ മോഹൻലാലിനെ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ്. ഈ പുസ്തകത്തിൽ ഈ കഥ നേരത്തെ ഉൾപ്പെടുത്തിയിട്ടാണ്. അന്ന് ഈ കഥ വായിച്ച ഉടൻ തന്നെയാണ് സുഖേട്ടൻ, 3-4 വർഷം മുമ്പാണ്, സുഖേട്ടൻ അന്ന് തന്നെ ₹1 കോയിൻ എനിക്ക് തരുമായിരുന്നു. അപ്പം അന്ന് സുഖേട്ടൻ പറഞ്ഞു, സുഖേട്ടൻ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് ഇതായിരിക്കും ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാണ് അന്ന് എനിക്ക് അഡ്വാൻസ് ആണ്. പക്ഷെ സത്യത്തിൽ അന്ന് എനിക്കിതൊരു സിനിമക്കുള്ള മെറ്റീരിയൽ ഈ കഥക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം വളരെ ചെറിയൊരു കഥയാണ്, ഇതിൽ ഞാനൊരു സിനിമ കണ്ടെത്തിയിരുന്നില്ല. പക്ഷെ സുഖേട്ടൻ പക്ഷെ പെട്ടെന്ന് ഈ സിനിമയുടെ എങ്ങനെ ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേ എങ്ങനെയൊക്കെ വരാമെന്ന് സുഖേട്ടൻ ഇങ്ങോട്ട് പറയായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഞാൻ ഒരു തിരക്കഥ ഒരു പ്രൊഫഷൻ ആക്കിയിട്ടൊരു ആളാണ്. അപ്പോൾ എന്നെപ്പോലും, അതായത് ഒരു തിരക്കഥാകൃത്തിനെ ഒരു സംവിധായകൻ തോൽപ്പിച്ച ഒരു നിമിഷമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സിനിമയിൽ എനിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. കാരണം ഇത് ആദ്യം മുതൽ തന്നെ ഒരു സംവിധായകന്റെ സിനിമയെന്ന് പറയാം. കാരണം ഒരു സംവിധായകന്റെ കാഴ്ചപ്പാടാണ് ഒരു ചെറുകഥയെ ഒരു തിരക്കഥയിലേക്ക് ഇപ്പോൾ ഒരു സിനിമയിലേക്കും കൊണ്ടെത്തിക്കുന്നത്. സ്കൂൾ വാശി ഇന്ന സമ്മാനം തന്നെ ഉണ്ണിയാ, മറക്കരുത്, വൈകിട്ട് വരണം. എനിക്ക് സമയത്ത് എത്താൻ പറ്റും തോന്നല മുതൽ സോറി. സോറി സ്വലേ എന്ന് വെച്ചാൽ സ്വന്തം ലേഖകൻ. നേരത്തെ സ്വലേ എന്നായിരുന്നു ഇതിൻ്റെ ഈ സ്വന്തം ലേഖകർ വെച്ചിരുന്ന പേര്. സ്വലേ ഒരു പത്രപ്രവർത്തകൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഇതൊരു നടന്ന സംഭവത്തെ ബേസ് ചെയ്തിട്ട് കുറച്ച് എക്സാജറേറ്റിട്ടും കുറേ ഹ്യൂമറും സറ്റാറൊക്കെ കയറ്റിയിട്ട് ചെയ്തിരിക്കുന്നൊരു പടം. ദിലീപാണ് മെയിൻ കഥാപാത്രം ചെയ്യുന്നത്. ദിലീപിൻ്റെ ഭാര്യയായി ഗോപിക, പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ, നെടുമുടി വേണു, വേണുചേട്ടൻ, അമ്പലച്ചേട്ടൻ, സലീം, അശോകൻ, അങ്ങനെ കുറേ പേര് അതിലുണ്ട്. ഇതൊരു 10-20 വർഷം മുമ്പ് നടന്ന ഒരു നമ്മുടെ മൊബൈലുകളും
മറ്റേ കമ്മ്യൂണിക്കേഷൻ ഇത്ര ഡെവലപ്പ് ചെയ്യാത്ത സമയത്തുള്ള ഒരു ചിത്രമാണ്. പിന്നെ നമ്മൾ കാലഘട്ടം മാറി ഇപ്പോൾ പ്രസൻറ്റ് ടൈമിലേക്കും വരുന്നുണ്ട്. എൻ്റെ മ്യൂസിക് ബിജി ബാൽ, ലിറിക്സ് അനിൽ പനച്ചൂരാൻ, എഡിറ്റർ സാജൻ, ആർട്ട് ഡയറക്ടർ ബാവ, അങ്ങനെ ഒരു നല്ല ക്രൂ എൻ്റെ ഈ പടത്തിലുണ്ട്.